ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വീറ്റ് ലിറ്റിൽ തിങ്സിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാട്ടോ. ഈ വ്ളോഗുകളിൽ കൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് നല്ല രുചികളും കാഴ്ചകളും അതുപോലെ തന്നെ യാത്രകളൊക്കെയാണ്. ആദ്യം വർത്താനം പറഞ്ഞ് ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കണമൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു എല്ലുകറിയാണ്. പലരും ഇത് കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. പല സ്ഥലത്ത് ഇത് പല രീതിയിലൊക്കെയാണ് വെക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അത്ര സെറ്റപ്പ് ടേസ്റ്റ് ആയിരുന്നു ഇതിന്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എനിക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് എല്ലുകറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ആദ്യം തന്നെ ഗരം മസാല, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചതച്ചത്, നമ്മൾ കുറച്ചധികം കറിവേപ്പില യൂസ് ചെയ്യുന്നുണ്ട്, കടുക്, ഉപ്പ്, എണ്ണ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിടെണ്ണയാണ്. പിന്നെ ഒരു 3-4 വറ്റൽമുളക്, ഒരു 3 പച്ചമുളക്, ഒരു 2 വലിയ കുടം വെളുത്തുള്ളി, ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 സവോള, പിന്നെ ബ്രിസ്ക്കറ്റ് ബോണിൻ്റെയും റിബ്സിൻ്റെയും മിക്സ് 1.5 കിലോ വെച്ച് മൊത്തം 3 കിലോ. പിന്നെ അടികട്ടിയുള്ള ഒരു നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില നമ്മൾ ഇടുന്നുണ്ട്. അതെല്ലാം ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 2-3 വറ്റൽമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിന് കാണാൻ മാത്രം ലുക്ക് മാത്രമുള്ള, ഒട്ടും എരിവില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഇച്ചിരി മുളക് പൊടി മേലേക്ക് ഇടുന്നത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചീനിച്ചട്ടി കിടന്ന് വാടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്നതും അരയ്ക്കണതും തമ്മിൽ ആടും പോലുള്ള വ്യത്യാസമുണ്ട്. ചതച്ചതിനാണ് രുചി കൂടുതൽ. അതുകൊണ്ട് എല്ലാവരും ചതയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴലാനായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മളൊരു 2-2.25 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇനി സവോള വഴന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു പൊടിയും വറുത്ത് ചേർക്കണില്ല, എല്ലാം പച്ചക്കാണ് ചേർക്കുന്നത്. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ ഓർക്കണേ, അല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ആദ്യം തന്നെ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കണതാണ്. അത് ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. സാധാരണ മുളക് പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ലുക്കും ഉണ്ടാവില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ലുക്ക് വരുള്ളൂ. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ആ മസാലകളുടെ ഒക്കെ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ മതി. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ എല്ലുകറിക്ക് വേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴനെഞ്ചും അതുപോലെ തന്നെ വാരിയലും കൂടെ നമ്മൾ 1.5 കിലോ വാങ്ങി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വാരിയലും മുഴനെഞ്ചും കൂടെ മിക്സ് വാങ്ങാനായിട്ട് ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ചില ഭാഗങ്ങളിൽ മുഴനെഞ്ചിന് നെഞ്ചും കൂടുന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ മിക്സ് വാങ്ങിയിട്ട് കറി വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ രുചി ശരിക്കും കിട്ടുക. അതായത് വാരിയലിലധികം ദശ ഉണ്ടാവില്ല. അന്ന് നമ്മുടെ മുഴനെഞ്ചിൽ ഇഷ്ടം പോലെ കഷ്ണവും അതുപോലെ തന്നെ നെയ്യൊക്കെ ഉണ്ടാവും. ആ നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നന്നായിട്ട് ചീനിച്ചട്ടിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ചീനിച്ചട്ടിയിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ അരപ്പൊക്കെ കഴുകിയെടുത്ത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒരു 4 വിസിൽ വരെ അടിച്ച് അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എല്ലിൽ നിന്നൊക്കെ കഷ്ണങ്ങളൊക്കെ വിട്ട് നല്ല രസമായിട്ടുള്ള എല്ലുകറി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കറി നന്നായിട്ട് എല്ലാം കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. മസാലയും ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കറി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ എല്ലുകറിക്ക് ഇങ്ങനെ ലൂസായിട്ടിരിക്കണം, ഡ്രൈ ആയിട്ടിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ചാറ് നന്നായിട്ട് ഉണ്ടാവണം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് കടുക് പൊട്ടിക്കാം. അധികം എണ്ണ ഒഴിക്കണില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കരിയാപ്പില ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഒരു അര കഷ്ണം സവോളയും കൂടി ഇട്ട് നമുക്ക് എടുക്കാം. അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിലിരിക്കുന്ന എല്ലുകറി ഇതിലേക്ക് മിക്സ് ചെയ്യാം. കപ്പയുടെ കൂട്ടത്തിലോ ചോറോ ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെയാണ് കഴിക്കണത്. അപ്പം ഞങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലാണ് ഇത് കഴിക്കാൻ പോണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ കറി ഇച്ചിരി ഹെവിയാണ്, അതുകൊണ്ട് കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർ നമ്മുടെ കൊതി ഒന്ന് മാറാൻ വേണ്ടി വല്ല കാലത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോഴും കഴിക്കാൻ സജസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.